ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പം സോഷ്യൽ മീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന ഒരു വീഡിയോ ആണ്. മഞ്ജു വാര്യരും ദിലീപും ഒരു ചടങ്ങിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവര് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. എന്തുകൊണ്ടോ അതിന് കൊടുത്തിരിക്കുന്ന BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചിലരൊക്കെ ഇട്ടിരുന്നത് ഈ പുഴയും കടന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അതിനോടനുബന്ധിച്ച് കാണുകയൊക്കെ ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ ഒരൊറ്റ നെഗറ്റീവ് കമന്റ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ആലോചിക്കണം. രണ്ടാമത് എല്ലാവർക്കും എന്താണെന്നറിയില്ല, എന്റെ കണ്ണ് നിറയുന്നു. അത് ആ പാട്ടിന്റെയും കൂടെ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ മലയാളികൾ ഇവരെ ഒക്കെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് അതും കൂടെയാണ് മനസ്സിലാക്കുന്നത്. എന്താണേലും ലിറ്റിൽ സ്റ്റീഫന്റെ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കാക്കനാട് നടത്തിയ ചടങ്ങില് ഇവരെല്ലാരും വന്നിട്ടുണ്ട്, സിനിമാക്കാരെ. അപ്പൊ മഞ്ജു വാര്യർ ആദ്യം വന്നു, ദിലീപിനെ കണ്ടപ്പം എണീക്കുന്നുണ്ട് കേട്ടോ. മഞ്ജു വാര്യർ എണീക്കുന്നുണ്ട്. പൃഥ്വിരാജാണെങ്കിലും ആരാണെങ്കിലും ദിലീപ് സീനിയർ ആയിട്ടുള്ള ഒരു നടനൊക്കെ ആണല്ലോ. എന്താണേലും മഞ്ജു വാര്യർ ഇനി മൈൻഡ് ചെയ്യില്ലേ, എണീറ്റില്ല, എണീറ്റെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല, അല്ലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും കമന്റും ഒക്കെ ആദ്യം വന്നാലും പിന്നീട് വളരെ അന്തസ്സായിട്ട് മഞ്ജു വാര്യർ പെരുമാറി. അത് എപ്പോഴും പലയിടത്തും നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് അവർക്കൊരു നല്ല ആത്മവിശ്വാസവും എല്ലാം ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും അവർ പണ്ട് ആദ്യം ഗ്യാപ്പ് കഴിഞ്ഞ്, അതായത് അവരെ 16 വർഷത്തെ ദാമ്പത്യം കഴിഞ്ഞ് വേർപിരിയൽ കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിൽ വന്നപ്പോൾ അഭിനയിച്ച ഹൗ ഓൾഡ് ആർ യു, ആ സിനിമയിലെ പോലെ തന്നെ അവര് അത് ശരിക്കും ലൈഫിൽ ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ കയറി വന്ന ഇത്. ഈ ഒരു സീൻ കാരണം മറ്റൊരു സീൻ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ഏതാണ്? പണ്ട് ആ കുടുംബ കോടതിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മഞ്ജു വാര്യര് കാറയിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോഴത്തേന് ഇങ്ങനെ വെക്കുന്നുണ്ട് കണ്ണീര്. അവരതൊക്കെ നിയന്ത്രിച്ചാട്ടോ, ഒരാൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ കരഞ്ഞോണ്ടാണ് അവരൊന്ന് കാറേ കയറുന്നത്. അന്നത്തെ ആ വീഡിയോയുടെ കമന്റ് ബോക്സ്, ഏഷ്യാനെറ്റ് വന്ന വാർത്തയുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 5 പൈസ സാമ്പത്തിക കാര്യങ്ങൾ കോടതിക്ക് വെളിയിൽ വെച്ച് തീരുമാനമായിട്ടുണ്ട് ഇവര് തമ്മിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ 5 പൈസ പോലും ദിലീപിനോട് വാങ്ങാതെയാണ് മഞ്ജു വാര്യർ വേർപിരിഞ്ഞ് ആ കുടുംബ കോടതിയുടെ പടിയിറങ്ങിയെന്നാണ് പറയുന്നത്. പിരിഞ്ഞു. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് മഞ്ജു വാര്യരിൽ നിന്നും വിവാഹമോചനം തേടി ദിലീപ് കോടതിയെ സമീപിച്ചത്. പിന്നീട് ജൂലൈ 24-ന് ഇരുവരും എറണാകുളം കുടുംബ കോടതിയിൽ സംയുക്ത വിവാഹമോചന ഹർജി നൽകി. നിയമപ്രകാരമുള്ള 6 മാസത്തെ സമയത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുവരും വീണ്ടും കൌൺസിലർക്ക് മുമ്പിലും ജഡ്ജിക്ക് മുമ്പിലും ഹാജരായി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിച്ചു. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് എറണാകുളം കുടുംബ കോടതി ജഡ്ജി P. മോഹൻദാസ് ഇരുവർക്കും വിവാഹമോചനം അനുവദിച്ചു. ദിലീപും മഞ്ജു വാര്യരും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. മകൾ മീനാക്ഷിയുടെ കാര്യത്തിലും സ്വത്ത് സംബന്ധിച്ചും ഇരുവരും തമ്മിൽ കോടതിക്ക് പുറത്ത് ധാരണയായിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്ന ദിലീപിന്റെ അപേക്ഷ കോടതി അനുവദിച്ചിരുന്നു. സല്ലാപം സിനിമയിലൂടെ വെള്ളിത്തിരയിൽ ആദ്യമായി ജോഡികളായ ദിലീപും മഞ്ജു വാര്യരും 1998-ലാണ് ജീവിതത്തിൽ ഒന്നിച്ചത്. വിവാഹശേഷം സിനിമാഭിനയം നിർത്തിയ മഞ്ജു വാര്യർ 2012-ൽ നൃത്തവേദിയിലേക്കും പിന്നീട് സിനിമയിലേക്കും തിരിച്ചുവരികയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ലാസ്റ്റ് കാറെ കയറാൻ നേരത്ത് കണ്ണ് തുടയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവര് തമ്മിൽ പിരിയണമെന്നൊന്നും ആത്മാർത്ഥമായിട്ടായിരിക്കാം സ്നേഹിച്ചിരുന്നത്. പക്ഷെ മൂന്നാമതൊരു വ്യക്തിയുടെ എൻട്രിയാണ് അവരുടെ ലൈഫ് തകർത്ത് വിട്ടത് കേട്ടോ. ലൈഫിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇവരുടെ അനുഭവം എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു കാരണവശാലും നമ്മുടെ ലൈഫിലേക്ക് ആണിനെ ആണേലും പെണ്ണിനെ ആണേലും അടുപ്പിക്കാതിരിക്കുക. അടുപ്പിച്ച് അവരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പഴമക്കാർ അതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഒരാളെ നമ്മളുടെ വീട്ടിലൊരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് വെച്ചു, ഫ്രണ്ട് ആരേലും, ഭാര്യയുടെ ഭർത്താവിന്റെ ആരുടെ ആണേലും സുഹൃത്തുക്കളെ നമ്മളുടെ അടുക്കള വരെ വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള അതിന്റെ അർത്ഥം പഴമക്കാർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി വന്ന് വിസിറ്റിംഗ് റൂമിലോ ഹാളിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് അത് അപ്പോഴും ഒരു ഗ്യാപ്പ് കാണും അവരുമായിട്ട്. സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുക, അല്ല ഹാളിൽ ഇരുന്ന് സംസാരിക്കുക, അതൊക്കെ സുഹൃത്തുക്കളൊക്കെ. അതും കഴിഞ്ഞ് അടുക്കള വരെ എത്തണേ അവരുമായിട്ട് നമ്മൾ വളരെ ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അടുക്കളയിൽ എത്താൻ പറ്റുന്നത്. ആ ഒരു ഫ്രീ ആർക്കും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗ്രഹനാഥൻ പുറത്താണ്. പഴമക്കാർ പറയുന്ന കുറേയൊക്കെ കാര്യമുണ്ട്. ഇതിപ്പോ ഇവിടെ ഗ്രഹനാഥനല്ല പുറത്തായ, ഗ്രഹനായികയാണ് പുറത്തായത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, വിധിയെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് വിധിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ കയ്യിലിരിപ്പാണെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ.
എന്ത് പറഞ്ഞാലും അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് മഞ്ജു വാര്യരെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുഞ്ചാക്കോ ബോബനൊക്കെ നായകനായിട്ട് അഭിനയിക്കാൻ അവരെയൊക്കെ വിലക്കുന്നു, സകലമാന ആൾക്കാർ ഒരു പടവും കൊടുക്കാതെ വിലക്കാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ ദിലീപ് ശ്രമിച്ചിരുന്നു എന്നൊക്കെ കേൾക്കുന്നു. യാതൊരു തെളിവില്ല, അങ്ങനെ പറയുന്നു. ഇനി എന്താണെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് തിരിച്ചു കയറി വന്ന് കോടികൾ, ഇന്നിപ്പോ ഈ പ്രായത്തിൽ നിൽക്കുന്ന കൊച്ചു പെൺപിള്ളേർ താഴെ നിൽപ്പുണ്ടെങ്കിലും കോടികൾ പ്രതിഫലം മേടിക്കുന്ന ഒരാളായി തീർന്നു. അപ്പൊ നമുക്ക് ആ കൈ ക്ഷയിക്കാൻ കൊടുക്കുന്നതാണ്. ഇത്രയും ആത്മാർത്ഥതയോടെ, ഇത്രയും തന്റെ ഇടത്തോടെ, ഇത്രയും ധൈര്യത്തോടെ, ഒരു ചമ്മലുമില്ലാതെ കൊടുക്കണമെങ്കിൽ അവനോന്റെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കണം. അവനോന് നല്ല ആത്മവിശ്വാസം വരണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയല്ല. അപ്പൊ അത്ര ഇതാളെ യാതൊരു ചമ്മലും ഇല്ലാതെ സാധാരണ ഒരു വ്യക്തി നേരത്തെ ഹസ്ബൻഡ് ആയിരുന്നു എന്നുള്ളതൊന്നും ആ ഒരു ജാളിയോ അല്ലെ ആ ഒരു പിണക്കോ അല്ലെ അങ്ങനെ ഒന്നുമില്ല ചെയ്യാൻ അവനോന്റെ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് സ്വന്തം ഭാഗം ന്യായവും നീതിയും ഉണ്ടെന്നൊരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ദിലീപാണല്ലോ ഉപേക്ഷിച്ചത്, അല്ലാതെ മഞ്ജു വാര്യരല്ലല്ലോ. മഞ്ജു വാര്യരാണ് ഉപേക്ഷിക്കുന്നത്, പക്ഷെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം. അപ്പൊ മഞ്ജു വാര്യർക്ക് അവിടെ ജാളിതയുടെ ഒരു കാര്യമില്ല. ദിലീപിന് ഷെയ്ക്കാൻഡ് കൊടുത്ത് മുഖത്തോട് കണ്ണ് ഐസ് കോണ്ടാക്ട് വരുത്തി നിൽക്കാനുള്ള ആത്മധൈര്യം മഞ്ജു വാര്യർക്കുണ്ട്. അതാണ് കാണിച്ചത്. പിന്നെ ഇനി ചിലർ പറയുന്നുണ്ട്, ഈ കമന്റിൽ കണ്ടാണ് ഇനി മീനാക്ഷിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയാണ്. അതിനാണെന്ന് തോന്നില്ല. കാരണം ഇതിനു മുന്നേ MBBS പാസ്സായൊക്കെ വന്ന ചടങ്ങൊക്കെ നടത്തി ഇവര് വിളിച്ചിട്ടൊന്നുമില്ല മഞ്ജു വാര്യരെ അങ്ങനെയുള്ള ഒന്നും പുറത്തു പറയാറില്ല. കഴിയാതെ സോഷ്യൽ മീഡിയ പറയേണ്ട കാര്യം മാത്രമേ പറയുള്ളൂ. ഇന്ന് വരെ ദിലീപിനെ കുറ്റപ്പെടുത്തി അവരുടെ വായിന്ന് ഒരു വാക്കുപോലും വീണിട്ടില്ല. ഒന്നും സോഷ്യൽ മീഡിയ ഇട്ട് അലക്കാൻ അവര് തരാറില്ല. ഇപ്പൊ ഒരു സനൽകുമാർ ആരോ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്, അവരതിന്റെ ഒന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ ഒന്നിനും അവരൊരു കാര്യം പറയേണ്ടത് ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നാളൊരു സല്ലാപത്തിന്റെ ചടങ്ങിന്റെ കാര്യം എന്തോ ചോദിച്ചപ്പോൾ അന്ന് ഒരു ദിലീപേട്ടൻ എന്നാണ് മഞ്ജു വാര്യര് പറഞ്ഞത്. അപ്പൊ അന്ന് അതെടുത്ത് എല്ലാവരും അയ്യോ മഞ്ജു വാര്യര് ദിലീപേട്ടൻ എന്ന് വിളിച്ചത്, മനോജ് ഗജന്റെ ഒക്കെ കാര്യം അങ്ങനെ അങ്ങനത്തെ ഒരു സദസ്സിൽ അത് സംസാരിച്ചത്. അവരെപ്പോഴും റെസ്പെക്റ്റ് ഒക്കെ കൊടുത്താണ് സംസാരിക്കുന്നത്. ഒന്നിച്ച് അഭിനയിക്കുക എന്നുള്ള ചോദ്യത്തിന് മാത്രം അത് വേണ്ടാന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.